അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വലിപ്പമുള്ള ഹോളിൽ കൂടി ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കുക. ഞാനിപ്പോൾ മീഡിയം സൈസ് 4 ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവ എടുക്കുന്ന സമയത്ത് റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പോൾ 1.5 കപ്പ് റവ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇപ്പം റവ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഈ റവ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുമിച്ച് ഒഴിക്കരുത്. നമ്മൾ എടുക്കുന്ന റവയ്ക്ക് അനുസരിച്ച് വെള്ളത്തിന്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. ആദ്യം 1 കപ്പ് നല്ല തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേണം ബാക്കി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. വീണ്ടും നമുക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ഒഴിക്കാം. ഒരു 1/2 കപ്പ് ഒഴിക്കാം. അപ്പോൾ ബാക്കി മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 2 കപ്പ് തിളച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈവച്ച് കുഴക്കരുത്. നല്ല തിളച്ച വെള്ളം ആയതുകൊണ്ട് കൈ പൊള്ളും. ജസ്റ്റ് ഇതിൻ്റെ ചൂട് മാറിയിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള വെള്ളം ആയിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറട്ടെ. ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ റവയിൽ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഇത് കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ ഒരു സമയം ഡ്രൈ ആയി പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ റവ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തടവി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തടവി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. റവ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മൂടി വെച്ച് കൊടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത കശുവണ്ടി ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബദാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ചെറുതായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ബദാം ഇല്ല എന്നുണ്ടെങ്കിൽ കശുവണ്ടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി എല്ലാം ഒന്ന് വീർത്ത് വരണം. ഇപ്പോൾ ഉണക്കമുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും അതേ പാൻ തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് മുഴുവനും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം നെയ്യ് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ക്യാരറ്റിൻ്റെ വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റിൻ്റെ വെള്ളത്തിൻ്റെ നനവൊക്കെ മാറി ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിരകിയെടുത്ത് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെയും വെള്ളത്തിൻ്റെ നനവൊന്ന് മാറിക്കിട്ടണം. അപ്പോൾ തേങ്ങയുടെ വെള്ളത്തിൻ്റെ നനവൊക്കെ മാറിയിട്ടുണ്ട്. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ആ തേങ്ങയുടെ വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് മാറിക്കിട്ടും. 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരണം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാരയല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര അധികം ചേർത്ത് കൊടുക്കുക. അവരവരുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ഇതുപോലെ നമ്മൾ പഞ്ചസാരയും കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്തിട്ട് റെഡിയാക്കി എടുക്കുമ്പോഴാണ്. പിന്നെ കണ്ടൻസ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. അവരവരുടെ മധുരത്തിനനുസരിച്ചിട്ട് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഒരു നോർമൽ മധുരമാണ്, അത്ര വലിയ മധുരം ഉണ്ടാവില്ല. ഇനി ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിം തന്നെ വെച്ച് കൊടുക്കുക. ഈ പാലൊന്ന് വറ്റിച്ച് ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് കിട്ടണം, അതുവരെയും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ എല്ലാം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ കുഴഞ്ഞ പരുവത്തിലാണ് ഇരിക്കുന്നത്. ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ ക്യാരറ്റൊക്കെ നല്ലതുപോലെ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ പഞ്ചസാര കൂട്ടി ചേർത്ത് പൊടിക്കാത്ത ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിലർക്ക് ഈ ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം, അതുപോലെ തന്നെ കശുവണ്ടി, ഉണക്കമുന്തിരി എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽത്തി ആയിട്ട് ഉള്ളിൽ ചെല്ലുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറണം. അപ്പോൾ നമ്മൾ റവ കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫില്ലിങ് തയ്യാറാക്കി എടുത്ത സമയം മാത്രമേ ആയിട്ടുള്ളൂ. ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ കണ്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങൾക്ക് ഡ്രൈ ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. കുറച്ച് ലൂസായി പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ റവയ്ക്ക് അനുസരിച്ചിട്ടാണ് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഈ റവ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്നും നമുക്ക് കുറച്ച് മിക്സ് എടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ വെള്ളത്തിൽ നനച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പം നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ചൂടും ഇതാ മാറിയിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമ്മുടെ ഫില്ലിങ് ആവശ്യത്തിന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഒന്ന് ഉരുട്ടിയെടുക്കാം. രണ്ടറ്റവും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കയ്യിൽ നെയ്യൊന്ന് തടവുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ നനച്ചിട്ടോ ചെയ്തിട്ടെടുത്താൽ മതി. ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കുക. ഇനി ഇതുപോലത്തെ വാട്ടിയ ഒരു വാഴയില എടുക്കുക. ഈ വാഴയിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഉരുട്ടിയെടുത്തത് ഇതിൻ്റെ ഒരു അറ്റത്ത് വെച്ച് എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ തിരിച്ച് പിടിക്കുക. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ച് പിടിക്കുക. ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കുക. ഈ ഒരു ഭാഗം മടക്കിയതിന് ശേഷം ഈ ഒരു ഭാഗം കൂടി മടക്കി കൊടുക്കുക. ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഈ സൈഡും ചെയ്തിട്ടെടുക്കുക. ഈ വശം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക. ഇതിൻ്റെ ഒരു അറ്റം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഈ അറ്റവും ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് അകത്തേക്ക് ഇല ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് അവിടെ തന്നെ അങ്ങനെ ഇരുന്നോളും, അകിയൊന്നും പോകില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. റെഡിയാക്കി എടുത്തത് ഓരോന്നും ആവിയേറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം എന്താ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെറിയ ഹോളുള്ള ഒരു തട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു തട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഡലി തട്ട് തിരിച്ചിട്ട് കൊടുത്താലും മതി. ഇനി നമ്മൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം.
ഇനി ഇത് ആവിയേറ്റി എടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മളിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പൊ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് ഇതിന്റെ ചൂട് മാറിയിട്ട് നമുക്കിതൊന്ന് പുറത്തെടുക്കാം. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരെണ്ണം എടുത്ത് തുറന്ന് നോക്കാം. ഒട്ടിപ്പിടിക്കാതെ അടിപൊളിയായിട്ട് ഇതാ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്